ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പുതിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുന്നതൊക്കെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. സോ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ആ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആദ്യം നമുക്ക് പറയാം, അതിനുശേഷം എങ്ങനെ അപ്ലൈ ചെയ്യണം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം, ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞുതരാം. സോ വീഡിയോ മുഴുവൻ കാണുക. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് 50 ലക്ഷം വരെയാണ് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നത്. 60 മാസം വരെയുള്ള ടെന്യൂറിലായിരിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ലോൺ കിട്ടുന്നത്. 5 വർഷം വരെ തിരിച്ച് റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലോൺ എമൗണ്ട് അനുസരിച്ചായിരിക്കും വരുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് നമുക്ക് 10% തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10.5% തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഒരു 36% വരെയുള്ള പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പ്രോസസ്സിംഗ് ഫീസ് ഒരു 0 to 3% ഇടയിലായിരിക്കും വരുന്നത്. അത് നിങ്ങളുടെ ലോൺ എമൗണ്ട് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോസസ്സിംഗ് ഫീസ് വരുന്നത്. സോ ഇതൊക്കെയാണ് ലോണിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ചിലവരുടെ കേസിൽ ഇൻകം പ്രൂഫായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ചോദിക്കാറുണ്ട്. ചിലവർക്ക് അതില്ലാണ്ട് തന്നെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന ഇൻകം പ്രൂഫിൻ്റെ കാര്യം വരുന്നത്. അത് ഡിപ്പെൻഡ്സ്, ഓരോരുത്തർക്ക് ഡിപ്പെൻഡ് ചെയ്ത് വരും. അതേപോലെ തന്നെ 21 വയസ്സിന് മുകളിൽ പ്രായം വേണം ഈ ആപ്ലിക്കേഷനകത്ത് ലോൺ എടുക്കാനായിട്ട്. എങ്ങനെ ലോൺ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം, വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. മണി കൺട്രോൾ എന്നാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്സിൻ്റെ കുറേ സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. സോ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം റിസ്കിൽ അപ്ലൈ ചെയ്യാം. ലോൺ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക. തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോൺ തന്നെ തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് മണി കൺട്രോളിൻ്റെ വെബ്സൈറ്റിലോട്ട് വരാനായിട്ട് സാധിക്കും. അവിടെ വരുമ്പോൾ ഇതുപോലത്തെ ഒരു പേജാണ് വരുന്നത്. അവിടെ നമുക്ക് ലോൺ അപ് ടു 50 lakhs എന്ന് പറഞ്ഞ് കാണാം. താഴെ നമുക്ക് 10.5% തൊട്ടാണ് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. താഴെ വരുവാണെങ്കിൽ ഇവരുടെ ലെൻഡിംഗ് പാർട്നേഴ്സ് ഒക്കെ NBFC രജിസ്റ്റേർഡ് ആണ്. ഇൻക്രെഡ്, ഫൈബ്, L&T, ബജാജ്, പൂനെവാല പോലുള്ള RBI അപ്രൂവ് ചെയ്ത NBFC വഴിയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. താഴെയായിട്ട് ഇവരുടെ അഡ്രസ്സും കസ്റ്റമർ കെയറിൻ്റെ ഇമെയിലും മൊബൈൽ നമ്പറൊക്കെ കാണാനായിട്ട് സാധിക്കും. സോ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനാണ് പറയുന്നത്. മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പറിലൊക്കെ ഒരു OTP വരും. അടുത്ത പേജിൽ നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ ഐഡിയും കൊടുക്കാനാണ് പറയുന്നത്. താഴെയായിട്ട് 3 സ്റ്റെപ്സ് ഉള്ളൂ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. ഡീറ്റെയിൽസ് കൊടുക്കുക, KYC കംപ്ലീറ്റ് ചെയ്യുക, EMI ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുക, ലോൺ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫുൾ നെയിമും ഇമെയിലും കൊടുക്കുമ്പോൾ ഇമെയിലിലേക്ക് ഒരു മെയിൽ വരും. അവിടെ ജസ്റ്റ് വെരിഫൈ ഇമെയിൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇമെയിൽ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇമെയിൽ വെരിഫൈ ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം എമൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടോ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ റെസിഡൻസ് ടൈപ്പ് സ്വന്തമാണോ റെൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കറൻറ്റ്ലി താമസിക്കുന്ന റെസിഡൻസിൻ്റെ പിൻകോഡ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത പേജിൽ നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത്. പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുക. അത് കഴിയുമ്പോൾ അടുത്ത പേജിൽ നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിച്ചു തരും, പേരും ഡേറ്റ് ഓഫ് ബർത്തും. അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ അടുത്ത പേജിൽ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്, ഇമെയിൽ ID, അതുപോലെ തന്നെ ഓഫീസ് പിൻകോഡ് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇതും കൊടുത്തതിന് ശേഷം ചെക്ക് ഓഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഓഫർ ഉണ്ടോ ഇല്ലെന്ന് കാണിക്കും. എനിക്കിവിടെ അൺസക്സസ്ഫുൾ റിജക്റ്റ് ആയെന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. ഇന്റേണൽ ക്രൈറ്റീരിയ, പോളിസി ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നമുക്ക് 30 ദിവസത്തിന് ശേഷം വീണ്ടും റീഅപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ആപ്പ് ഉണ്ടാവും എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് 30 ദിവസം കഴിയുമ്പോൾ വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ എൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. സപ്പോസ് ഇവിടെ അപ്രൂവൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എമൗണ്ട് കാണിക്കും. എമൗണ്ട് കാണിക്കുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ടെന്യൂർ കാണിക്കും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട്, നമുക്ക് എത്രയാണോ ആവശ്യം ആ എമൗണ്ട് സെലക്ട് ചെയ്ത് എമൗണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റും ടെന്യൂറും പ്രോസസ്സിംഗ് ഫീസും കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് കാണിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പേജിൽ നമ്മുടെ ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിൽ നമ്മുടെ ലോൺ എമൗണ്ട് നമുക്ക് കൺഫേം ചെയ്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ട് പറയും. എഗ്രിമെൻറ്റിനകത്ത് നമ്മുടെ ലോൺ എമൗണ്ട്, ലോൺ ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ട്, എത്ര റീപേ ചെയ്യണം, എത്ര ഇൻട്രസ്റ്റ് വരും, എത്ര പ്രോസസ്സിംഗ് ഫീസ് വരും, എത്ര ടെന്യൂർ വരും എന്നുപോലുള്ള എന്തൊക്കെ ഫീസ് ഉണ്ടോ ആ എല്ലാ കാര്യങ്ങളും എഗ്രിമെൻറ്റിനകത്ത് കാണിക്കും. സോ എഗ്രിമെൻറ്റ് നിങ്ങൾ തറവായിട്ട് പക്കയായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിട്ട് ഫണ്ട് ഒരു 24 to 48 hours ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയാണ് മണി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിലൂടെ ലോൺ എടുക്കുന്നത്. സോ നിങ്ങളുടെ ലെൻഡർ ആരാണ്, നിങ്ങൾക്ക് ആരാണ് ലോൺ തരുന്ന NBFC എന്നൊക്കെ ആ എഗ്രിമെൻറ്റിനകത്ത് കാണിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ തറവായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്.
അപ്രൂവൽ കഴിഞ്ഞാൽ ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്യുക, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക. ഈ 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല. പിന്നെ ഇതിനിടയ്ക്ക് ആധാർ KYC കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ എമൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു KYC കംപ്ലീറ്റ് ചെയ്യണം. ആധാർ KYC, ആധാർ കാർഡിന് നമ്പർ കൊടുത്ത് ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എടുത്തുകൊണ്ട് ആധാർ KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈനാച്ച് കംപ്ലീറ്റ് ചെയ്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അക്കൗണ്ടിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. മിക്കവർക്കും ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. സപ്പോസ് ഇൻകം പ്രൂഫ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ OTP വഴിയോ അഗ്രിഗേറ്റർ വഴിയോ നമുക്ക് എടുത്തു കൊടുത്താൽ അവരത് വെരിഫൈ ചെയ്തോളും. അതിനുശേഷം നമുക്ക് അക്കൗണ്ടിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ലോൺ ബേസ്ഡ് എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർ കസ്റ്റമർ കെയറിൽ മെയിലായിട്ടോ മൊബൈൽ നമ്പറിലോ കോൺടാക്ട് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ലോൺ എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.